ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉചിതമായിട്ടുള്ള കാഴ്ചയാണ്. മുണ്ടക്കയം എന്ന പേര് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. അവിടെ ഒരു താൽക്കാലികമായിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പുഴയോട് ഓരത്തുള്ളൊരു വീടാണ്. ആ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? ചൂരൽമലയിലെ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. 4 പേര് ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അന്ന് രാത്രി. ഈ രക്ഷപ്പെട്ടവരുടെ അച്ഛനും അമ്മയായിരുന്നു. 2 വയസ്സായവരായിരുന്നു, 2 വയോധികരായിരുന്നു. അവരാണ് മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത്, ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ 2 വയസ്സായിട്ടുള്ളവരാണ്, 60 വയസ്സിന് പ്രായമുള്ളവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ആ കാണുന്നതാണ് ബെയിലിപ്പാലം. ഇപ്പോൾ ആ പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അതിലൂടെ ആളുകളിപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള റൂഫിങ്, മുകൾ ഭാഗത്ത് വാഹനം പോകുവാൻ വേണ്ടിയിട്ടുള്ള പലകകൾ നിരത്തുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾക്ക് അതിലൂടെ നടന്നു പോകാൻ വേണ്ടി സാധിക്കും. ആളുകൾ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഇപ്പുറമാണ്, ഈ ഭാഗത്താണ് അനേകം വീടുകൾ ഉള്ളത്. ആ ഭാഗത്ത് നിന്ന് ഉരുൾ വരികയായിരുന്നു, അടിച്ചു കയറുകയായിരുന്നു. അപ്പോൾ ഈ വീട്ടിലുള്ള 2 വയോധികർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ഭാഗത്ത് മണ്ണിനടിയിലുണ്ടെന്നാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പറയുന്നത്. ഈ വീടിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ? ഈ വീട്ടിൽ നിന്ന് കാണാതായ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വീൽ ചെയർ കാണാം. 4 പേര് ഈ വീട്ടിൽ നിന്ന് അന്ന് രാത്രി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ രണ്ട് പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പ്രായാധിക്യം മൂലം ആണെന്നാണ് ഈ രക്ഷപ്പെട്ടവർ പറയുന്നത്. അവർക്ക് വികലാംഗരായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് നടക്കാനുള്ള മറ്റ് പ്രയാസങ്ങളുണ്ടോ ആയിരുന്നോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഈ വീട്ടിൻ്റെ അകത്ത് നമുക്കൊരു വീൽ ചെയർ കാണാം. ഇപ്പോൾ പറയുന്നു ഇത് ബോഡിയാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. അവിടെ അതിന് പുറമെ ഈച്ചയൊക്കെ പൊതിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ബോഡിയാണെന്നുള്ളൊരു സംശയം ഇവർക്ക് രൂപപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇപ്പോൾ തെരച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അന്നത്തെ രാത്രി ഇത് അനുഭവിച്ച ആ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ഒരു ഓർക്കാൻ കൂടി വയ്യ. ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ബോഡി കിട്ടിയിട്ട് ഇപ്പോൾ ആളുകൾ, ഇതിപ്പോൾ ചൂരൽമല പാലത്തിൻ്റെ സൈഡിലാണ് നമ്മളുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അനേകം വീടുകളൊക്കെ തകർന്നിട്ടുണ്ട്. അപ്പം സ്ട്രക്ചറുമായിട്ട് രക്ഷാപ്രവർത്തകർ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ആരുടെയാണെന്ന് നമുക്കറിയില്ല. കാരണം അവിടെയുള്ള വീടുകളൊക്കെ തകർന്നിരിക്കുകയാണ്. ഇത് ബെയിലി പാലമാണ് ഈ കാണുന്നത്. ആ ബെയിലി പാലത്തിൻ്റെ ഓരത്തായിട്ട് ആ പുഴയുടെ ഓരത്തായിട്ടുള്ള വീടുകളൊക്കെയാണ് തകർന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്ന അറിയിപ്പ് കിട്ടിയതിന് പിന്നാലെ സ്ട്രക്ചറുമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആ ഭാഗത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശമെല്ലാം തകർന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ അനേകം കടകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണിത്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു അമ്പലം തകർന്നിട്ടുണ്ടായിരുന്നൊരു വിഷ്വൽ കണ്ടായിരുന്നു. അതുപോലെ അനേകം കെട്ടിടങ്ങൾ, അനേകം സ്ഥാപനങ്ങൾ, കടകൾ, വീടുകളെല്ലാം തകർന്നിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബോഡി കിട്ടിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആരുടെയാണ് ആ ബോഡി എന്താണെന്നും നമുക്കറിയില്ല. എന്തായാലും വളരെ നടുപ്പിക്കുന്ന, വളരെ ദുഃഖിപ്പിക്കുന്ന, വളരെ ഭീതിതാജനകമായിട്ടുള്ള, വേദനിപ്പിക്കുന്നൊരു ദൃശ്യമാണ്. ഒരു താൽക്കാലികമായിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്
എന്തൊക്കെയോ കൊണ്ട് മരങ്ങളും പിന്നെ എന്തൊക്കെയോ കൊണ്ടൊക്കെ ഒരു പാലൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ആ ബോഡി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ വിഭാഗം കടക്കുന്നത്. നിങ്ങൾ ആ വീടിൻ്റെ ദൃശ്യം കണ്ടോ? അപ്പോൾ ഈ പുഴയോട് ചേർന്നിട്ടുണ്ടായിരുന്ന വീടാണ്. പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ് വീടുള്ളത്. ഇതാണ് ചൂരൽമല. ചൂരൽമല എന്ന് പറയുന്ന ആ കടയും കെട്ടിടങ്ങളും ഒക്കെ കാണുന്ന ടൗണാണ് ചൂരൽമല. അത് ആ കാണുന്നതാണ് ബെയിലിപ്പാലം. ആ ബെയിലിപ്പാലം 30-ാം തീയതി അർദ്ധരാത്രി ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. തുടർന്ന് ഇരുമ്പ് പാലം ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നേവി. അപ്പോൾ ആ പാലത്തിൻ്റെ പണി പൂർത്തിയാവുന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ചൂരൽമല ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം മുണ്ടക്കയത്ത് ഇതിലും ഭീതിതമായിട്ടുള്ള കാഴ്ചയാണ്. മുണ്ടക്കയം എന്ന പേര് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. അവിടെയുള്ള ആ ഗ്രാമം മുഴുവനായിട്ടും തകർന്ന് നിലംപരിശായിട്ടുള്ളൊരു ഒരു 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 വല്ലാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇവിടെയും അനേകം വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തായാലും അവർ ബോഡി എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് എന്തായിരുന്നു അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബോഡി ഇവിടെ ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചതിനെ തുടർന്നുള്ള 2 ബോഡി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നുള്ളൊരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതപ്പ് മാറ്റിയാലേ വലിയ സ്മെല്ല് വന്നിരുന്നു. അതിനെ തുടർന്നാണ് തെരച്ചിലിപ്പോൾ നടക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ വീടാണ്. ഇത് നേരത്തെ കണ്ട ബെയിലിപ്പാലത്തിൻ്റെ സമീപത്തുള്ള ആ പുഴയുടെ സമീപത്തുള്ള വീടുകളാണ്. മറ്റൊരു ഭാഗം ഇവിടെയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വസ്തുക്കൾ ഈ മണ്ണിനടിയിൽ ഈ ചളിയിൽ പൂണ്ട് കിടക്കുന്നത് നമുക്ക് കാണാം. ഗ്യാസ് കുറ്റി, ടേബിളുകൾ, ബെഡ്ഷീറ്റ്, ബെഡ്, കസേരകൾ, അങ്ങനെ ആളുകളുടെ വാഷിംഗ് മെഷീനല്ലേ അത്, വാഷിംഗ് മെഷീൻ. ഈ പ്രദേശത്ത് 2 ബോഡി മണ്ണിനടിയിലുണ്ടെന്ന ഇൻഫോർമേഷനെ തുടർന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീം ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ടൊരു ഹിറ്റാച്ചിയൊക്കെ ഇവിടെ കൊണ്ടുവന്നു. ഇത് ചൂരൽമലയാണ്. ചൂരൽമലയുടെ ആ പുഴയുടെ ഓരത്തുള്ള അനേകം വീടുകളിൽ ആണ് ഇവിടെ തകർന്നിരിക്കുന്ന കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇത് ആരുടെ ബോഡി ആയിരിക്കും? ഇത് സ്ത്രീ ആയിരിക്കുമോ, പുരുഷനായിരിക്കുമോ, കുട്ടികളായിരിക്കുമോ, അല്ലെങ്കിൽ വയസ്സായവരായിരിക്കുമോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും വളരെ ദുഃഖിപ്പിക്കുന്ന, വളരെ ഭീതി ഉണർത്തുന്ന ചില ദൃശ്യങ്ങളാണ് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയത്തു നിന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.